ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്ളോഗ് ചെയ്യാനോ ഒരു യൂട്യൂബ് വ്ളോഗറായിട്ട് വീഡിയോ ചിത്രീകരിക്കാനോ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്നെ പേഴ്സണലി പരിചയപ്പെടുത്തേണ്ടെന്ന് തോന്നുന്നു, എന്നാലും പറയണം. ഞാൻ ഫൈസൽ, പാലക്കാടാണ് നാട്ടിൽ വീട്. ഇവിടെ സൗദി അറേബ്യയിൽ അൽഖർജ് എന്ന് പറയുന്ന പ്ലേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പല പ്ലേസുകളിലും പോകുന്നു, പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടുത്തെ കാണുന്ന വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വളരെ വലുതായിട്ടുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് iPhone 11-ലാണ്. ഒരു എടുത്തിട്ടിപ്പോൾ എക്സാക്റ്റായിട്ട് എനിക്കറിയില്ല, എന്നാലും 4-5 വർഷമാകും. 4 വർഷം മേലെ എന്തായാലും. അപ്പോൾ ഒരു 10 മിനിറ്റ് 5 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഏതെങ്കിലും നല്ല പ്ലേസിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോറേജിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഐഫോണിലൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് 5 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 GB 2 GB ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യല പതിവ്. പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ വീഡിയോ എടുക്കും. അപ്പോൾ അത് നമുക്ക് ഈ പഴയ വീഡിയോസൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ തോന്നും. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നിയാലോ, അതൊന്ന് എടുത്ത് നോക്കണം എന്ന് തോന്നിയാലോ, ഡിലീറ്റ് ചെയ്താൽ പിന്നെ വേറെ വഴിയില്ലല്ലോ, വേറെ മാർഗമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി. കാരണം നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും നോക്കുന്ന സമയത്ത് കാണാമല്ലോ എന്നുള്ളൊരു മൈൻഡ് വന്നത്. അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഒരുപാട് ദൂരെ പോയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല, അങ്ങനെ ഈ അടുത്ത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഡെയിലി പാസ് ചെയ്യുന്നതായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ നമ്മുടെ യൂട്യൂബിൽ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് തോട്ട് വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതിപ്പോൾ ചാനൽ വ്ളോഗാക്കണം, യൂട്യൂബ് വ്ളോഗാക്കണം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. അതൊക്കെ കാഴ്ചക്കാരായ കൂടുതൽ പേര് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ റൂമിനടുത്തുള്ള ഒരു ചെറിയ സ്ഥലം ഈ യൂട്യൂബിലൂടെ എനിക്കെങ്കിലും നമ്മളിപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കത്തില്ലല്ലോ. നമ്മൾ നാട്ടിലും പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്ന് ഈ സ്ഥലങ്ങൾ കാണണം, വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി നമ്മളതിന് നോക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ വീഡിയോ ഒന്ന് നമ്മുടെ അടുത്തുള്ള ആ സ്ഥലങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ അത്. മൺകൂന, മണ്ണുമല, മൺഭിത്തി, അങ്ങനെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇതാണ്ടോ ഒരു മൺതിട്ട്, എന്താ പറയുക, ചിലപ്പോൾ ഇത് വെട്ടിയിട്ട് പൊളിച്ചിട്ടായിരിക്കാം ഇവിടെ റോഡ് പണിതത് കേട്ടോ. ഇങ്ങനെ വെട്ടിയ പാടുകളും കട്ട് ചെയ്ത് മാറ്റിയ പാടുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പൈപ്പുകൾ കാണുന്നുണ്ടോ, എന്താ ഇവിടെയും അതുപോലെ അപ്പുറത്ത് കുറച്ച് പൈപ്പുകളുമുണ്ട്. ഇതെന്നാണ് ഇവിടുത്തെ വാട്ടർ കണക്ഷൻ. അതുപോലെ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വെള്ളത്തിൻ്റെ, അതുപോലെ വാട്ടർ വേസ്റ്റിൻ്റെ, ഡ്രൈനേജ് വേസ്റ്റിൻ്റെ, അതിൻ്റെയൊക്കെ ലൈൻ കണക്ഷൻ പോകുന്നത് ഈ വക പൈപ്പിൽ നിന്ന്. ഈ പൈപ്പിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ, ഭൂമിൻ്റെ അടിയിൽ വലിയ പൈപ്പുകൾക്ക് ജോയിൻ്റ് കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ നിന്നും വലിയ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്ത് അങ്ങനെയുള്ള പ്രോസസ്സ് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എല്ലാം ഭൂമിൻ്റെ അടിയിലുള്ള പരിപാടിയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ആ കാണുന്ന പൈപ്പുകൾ അതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടില്ല, അത് ഇതാ കുറച്ച് അങ്ങോട്ട് പോകണം.
നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നടന്നു പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സമയം ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടാണ്. ഇവിടുത്തെ സമയം 3:30 ആയിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ പ്ലേസ്. ഇതൊരു ഡെസേർട്ട് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു ഡെസേർട്ട് ഏരിയ അല്ല, എന്നാൽ അധികം ആൾതാമസം ഇല്ലാത്ത, എന്നാലും വളരെ കുറച്ച് മാത്രം വീടുകളുള്ളൊരു പ്ലേസ്. ഒരു താഴ്വാരം പോലെയൊക്കെയുള്ളൊരു സ്ഥലം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം താഴ്ച കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും അത്യാവശ്യം താഴ്ചയുണ്ട്. ഫോണിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കുറവായിട്ട് തോന്നാം. ഞാൻ വന്ന സമയം ഇപ്പോൾ 3:30. അതുകൊണ്ട് സൺസെറ്റ് കാണാനായിട്ടില്ല. അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സൺസെറ്റ് കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ബിഫോർ 6 o'clock ഒക്കെ വരികയാണെങ്കിൽ ഒരു യെല്ലോ ഷാഡോട് കൂടിയിട്ട് ഇവിടെ നിന്ന് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിട്ട് സൺസെറ്റ് കാണാൻ പറ്റുമായിരുന്നു. നമ്മളെ കുറച്ച് വന്നത് നേരത്തെ പോയി. എന്നാലും കുഴപ്പമില്ല, തൽക്കാലം ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് മടങ്ങാം. ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള താഴ്ച. ഞാനിതുവരെ ഇവിടെ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കിയിട്ടില്ല. ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് എന്നല്ലാതെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് വണ്ടി നിർത്തി വന്നിട്ട് നോക്കിയിട്ടില്ല. അവിടെ ഒരു ഒട്ടകത്തിനെ കെട്ടിയിടുന്ന സ്ഥലമാണ്. ആരും ഇല്ലെന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം. പക്ഷെ അങ്ങോട്ട് നടക്കാനുണ്ട്. എന്നാലും ഒന്ന് വെറുതെ എന്തായാലും വന്നതല്ലേ, ഇത്രയും ദൂരം വന്നതല്ലേ, ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എന്താ സംഭവം എന്നുള്ളതൊന്ന് നോക്കിയിട്ട് കാണിക്കാം ഞങ്ങളെ. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടല്ലോ അല്ലേ ഈ താഴ്ച, കണ്ടല്ലോ അല്ലേ. ഓക്കെ, നിങ്ങൾ സഞ്ചരിക്കുന്ന പാത കല്ലും മുള്ളുകളാൽ നിറഞ്ഞതായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ സഞ്ചരിക്കുന്ന പാത മൊത്തം കല്ലും മുള്ളുകളായി നിറഞ്ഞതാണ്. എന്നാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ. പൂച്ചയൊക്കെ പോകുന്നുണ്ട്. ഒട്ടകോ എന്തെങ്കിലും ഉണ്ടോ. ഒട്ടകത്തിനെ കെട്ടിയിടുന്ന സ്ഥലമല്ലേ. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തത്. അതിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുത്തത്. അത്യാവശ്യം താഴ്ചയൊക്കെയുള്ള സ്ഥലം തന്നെ കേട്ടോ. നമുക്ക് ഫോണിൽ എത്രത്തോളം താഴ്ചയും ഹൈറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അത്യാവശ്യം താഴ്ചയും ഹൈറ്റും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ഒട്ടകത്തിന് കിട്ടുന്ന സ്ഥലം കേട്ടോ. അതന്നെ സംഭവം. കാരണം അവിടെ പുല്ല് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പുല്ല് തീറ്റ, അതിൻ്റെ വൈക്കോല് കാര്യങ്ങളൊക്കെ തിന്നാൻ കൊടുക്കുന്ന സാധനം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചുറ്റും കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമില്ല. ഇതോ ചുറ്റും കെട്ടി തടയണൊക്കെ ഇട്ടൊരു സ്ഥലമാണ്. ഒട്ടകമൊന്നുമില്ല, കുറച്ച് പാട്ടകളും പുല്ലും വൈക്കോലും ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒട്ടകത്തിന് എങ്ങാനും വന്നിട്ട് ഇവിടെ കെട്ടിയിട്ടിട്ട് തീറ്റ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം എന്തായാലും ഇവിടെ ആരുമില്ല. ഇതാണ് പ്ലേസ്. അകത്തേക്ക് കയറി നോക്കുകയെന്ന് പറഞ്ഞാൽ അടച്ചിരിക്കുകയാണ്, ലോക്കാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കണ്ട് മടങ്ങാം. അതാണ് നല്ലത്. വീഡിയോ ഇടയിൽ പോസായി. വേറൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോറേജ് ഫുള്ളൊന്ന് നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമ്മളിതൊരു യൂട്യൂബിലെ അക്കൗണ്ടിൽ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ
അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് കാണണമെന്ന് തോന്നിയാൽ നമുക്ക് ആ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ കാണാമല്ലോ എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലേസ്. ഇപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ നമ്മൾ റൂമിൽ നിന്ന്. ഇവിടെ ഒട്ടകമൊന്നുമില്ല കാണിച്ചു തരാനായിട്ട്. ഈ കാണുന്ന പ്ലേസ് ഒരു ഒഴിഞ്ഞ പ്ലേസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ ഒട്ടകത്തിനെ തനിയെ കെട്ടിയിടുന്ന ഇതായിരിക്കാം, അതിന് വെള്ളം കൊടുക്കുന്ന ടാങ്ക് കാര്യങ്ങൾ അതെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഒരു തടയണ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, അതൊക്കെ പൊളിഞ്ഞ് കിടക്കണം. പിന്നെ ഒരു വാട്ടർ കണക്ഷൻ പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് ഞാനിവിടെ നിന്ന് പോകാൻ നോക്കട്ടെ. നല്ല കുറച്ച് നടന്ന് പോകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്തിനോട് പ്രത്യേകിച്ച് ബായ് പറയാനും ഇതൊന്നും ആരുമില്ല. എന്നാലും കാലിയെ കിടക്കുന്ന സ്ഥലത്തിനോട് ബായ് പറഞ്ഞിട്ട് ഈ താഴ്വാരം പതിയെ കയറി പോകാൻ നോക്കട്ടെ. തിരിച്ച് റൂമിലേക്ക് പോകാൻ നോക്കട്ടെ. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ആരാ പറഞ്ഞ മരുഭൂമിയിൽ ചെടി വാഴില്ലാന്ന്. ഈ ചൂടിനെയും മഴയെയും വെയിലിനെയും എല്ലാം അതിജീവിച്ച് നിൽക്കുന്നില്ലേ. ഇതാണോ കള്ളിമുള്ള ചെടി? എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. എന്നാലും ഈ കടും ചൂടിനെയും വെയിലിനെയും എല്ലാം അതിജീവിച്ച് അവർ കുതിർത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. മരുഭൂമിയിലെ പച്ചപ്പ് എൻ്റെ മൈക്കിൻ്റെ സൗണ്ട് അല്ല വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കാരണം ഇവിടെ അടിപൊളിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ക്ലിയർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു യൂട്യൂബ് വ്ളോഗായിട്ട് കാണണ്ട. എന്തായാലും ഞാനൊരു യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ബാക്കി നല്ല ഇതുപോലെ നല്ല ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടാം. എപ്പോഴേലും കാണണമെന്ന് തോന്നിയാൽ എടുത്ത് കാണാമല്ലോ. അപ്പോൾ ഓക്കെ, ബായ്. സ്ഥലത്തോളം ബായ് പറഞ്ഞിട്ട് പോകുന്നു. ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. തിരിച്ച് കയറുമ്പോൾ അത്യാവശ്യം ടാസ്ക്കാണ്. കിതപ്പ് വരുന്നുണ്ട്. എന്നാൽ ഓക്കെ, ബായ്, ടാറ്റ, ബായ്.